ഹലോ ഗൈസ്. ആക്ച്വലി വന്നിട്ട് ഞാൻ ബിഗ് ബോസിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ്. സീസൺ 1 മുതൽ ഇതുവരെയുള്ള എല്ലാ സീസൺസും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ ഒരു കണ്ടന്റ് വെക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്രയൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നോട് എല്ലാവരും, എന്നെ അറിയുന്ന ആൾക്കാരെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഫുൾ ടൈം ബിഗ് ബോസ് കാണാനല്ലേ, നിനക്കൊരു ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് നിനക്ക് ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇന്നിപ്പോ ലാസ്റ്റ് ഫൈനലാണ്. ഒരുപാട് ഇഷ്യൂസ് നോട്ടിഫൈ ചെയ്യാൻ പറ്റി എനിക്ക്. അതായത് പല റീൽസിലായാലും ഷോർട്സിലായാലും അങ്ങനെയെല്ലാം വന്നിട്ട് ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് കള്ളങ്ങള്. പക്ഷെ അനുമോൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ത് കള്ളം പറഞ്ഞു കഴിഞ്ഞാലും അതിലങ്ങോട്ട് നിന്ന് ഉറപ്പിക്കും. ഇപ്പൊ ഈ അഖിൽമാരാരുടെ ഒരു സീൻ നടക്കുന്നുണ്ടല്ലോ, തൊപ്പി അഖിൽമാരാർ സീൻ. ആ സീൻ പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. തൊപ്പിയുടെ ലൈവ് ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷെ തൊപ്പീനെ എനിക്ക് ഇഷ്ടമാണ്. കുറെ കാര്യങ്ങളൊക്കെ അവൻ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ അംഗീകരിച്ചിട്ട്, ഓക്കെ ഞാൻ ചെയ്ത നെഗറ്റീവുകൾ അംഗീകരിച്ച് ഇപ്പൊ പോസിറ്റീവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു തൊപ്പിയുടെ ഒരു 2 ദിവസത്തെ ലൈവ് കണ്ടപ്പോഴാണ് അനീഷേട്ടൻ അവൻ അതില് വോട്ടിംഗ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും തൊപ്പിയുടെ വീഡിയോ ഇവിടെ ഒന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളൂ. അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനീഷ് അവിടെ ആരുമായിട്ടും അടിയുണ്ടാക്കാനോ അസൂയക്കോ കുശമ്പിനോ ഇങ്ങനത്തെ ആൾക്കാരെ താത്തിക്കെട്ടാനോ അനീഷ് ശത്രുക്കളോട് പോലും നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നത് ഞാൻ കാണുന്നത്. ഓക്കെ, വെറുപ്പിക്കാനോ ഇതാക്കാനോ പോവാത്ത ഒരേ ഒരു നല്ലവനായ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനീഷിനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവർ ചെയ്യുന്ന എന്തിനാണ് ആൾക്കാർ കാണിക്കാൻ, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ അനീസ് എന്തോ ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, ഞാൻ ഷോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അനീഷ് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ അനീഷിന് ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ പി ആർ ഇല്ലാത്ത ഒരേ ഒരാൾ അനീഷാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, പി ആർ ഉണ്ടാവും, പക്ഷെ ഏറ്റവും കുറഞ്ഞ പി ആർ ഉള്ളത് അനീഷിനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നല്ല രീതിയിൽ പി ആർ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അനീഷാണ് അവിടെ ഒരു കോമണർ. ഓക്കെ, ഒരു സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ അനീഷ് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, ചില ആൾക്കാർക്ക് മറ്റേ നൂറിനെ സപ്പോർട്ട് ചെയ്യാനും അനിമോളെ സപ്പോർട്ട് ചെയ്യാനും ഓക്കെ, ബാക്കി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ, നിങ്ങൾക്ക് അവരെ പോയി സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, പി ആർ എന്ന് പറയുന്നുണ്ട്, അനീഷിന്റെ പി ആർ ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. പി ആർ അനീഷിന്റെ പി ആർ ഞാൻ വാങ്ങിയെന്ന് തെളിയിക്കുവാണെങ്കിൽ ഓക്കെ, ഇപ്പൊ തെളിയിക്കണ്ടതിന് ഒരു 6 മാസം കഴിഞ്ഞോ, 1 കൊല്ലം കഴിഞ്ഞോ, 2 കൊല്ലം കഴിഞ്ഞോ, 3 കൊല്ലം കഴിഞ്ഞോ, ചിലപ്പോൾ അനീഷ് ജയിച്ച് പുറത്ത് വന്ന് കുറച്ച് കാലം കഴിഞ്ഞ് അനീഷ് ഔട്ടായാലും അനീഷ് എന്നോട് ദേഷ്യം തോന്നിയാലും എപ്പെങ്കിലും ഇത് പുറത്ത് വരുമല്ലോ. ഓക്കെ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അനീഷിന്റെ 10 പൈസ ഞാൻ പി ആർ വാങ്ങി തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ചാനൽ ഡിലീറ്റ് ചെയ്യും. അത് ഞാൻ ഉറപ്പ് തരാം. തൊപ്പി പി ആർ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിക്ക് ഇത് മുന്നേ ചെയ്യായിരുന്നു. തൊപ്പി വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ലൈവ് ആണെന്നാണ്, ഇത്രയും സ്ട്രീമേഴ്സ്, ഗെയിമേഴ്സ് എല്ലാവരും, സ്ട്രീം കാണുന്നവരും എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ആളാണ്. അവൻ പി ആർ എടുക്കുകയാണെങ്കിൽ വേണ്ട പോട്ടെ, ഒരു 2 വീക്ക് മുമ്പെങ്കിലും അവൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പി ആർ ആണ്, പലതും പറയാട്ടോ. അപ്പൊ അവൻ്റെ ഒപ്പീനിയനാണ്, അവന് ഇഷ്ടമുള്ള കാര്യം എന്നുള്ള രീതിയിൽ. ഇതിന് പിന്നാലെ പനി പിടിച്ച് കിടക്കുന്ന ഒരാൾ വന്നു. ആളെ ലൈവ് കൂടി ഒന്ന് കണ്ടോക്കാം. ആളെ ലൈവ് അല്ല, ആളൊരു വീഡിയോ ഇട്ടാണ്, അതുകൂടി ഒന്ന് നമുക്ക് കണ്ടോക്കാം. തൊപ്പിയെ പോലെ ഒരാൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വ്യക്തിബന്ധം കൊണ്ടാവാം, അല്ലെങ്കിൽ സ്നേഹം അടുപ്പം കൊണ്ടാവാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോളോടോ മറ്റേതെങ്കിലും മത്സരാർത്ഥിയോടുള്ള വിരോധം കൊണ്ടാകാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണ് ഇപ്പോൾ ഇവിടെ പി ആർ സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത്? ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിക്കുന്നെങ്കിൽ, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ഷോയിലെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ ശക്തമായ പി ആറിൻ്റെ സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ പുറമേ നിന്ന് ഈ ഷോ കാണാത്ത ആൾക്കാർ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം പണമാണെന്ന് മനസ്സിലാക്കുക. സത്യത്തെ മറയ്ക്കാൻ പണത്തിന് കഴിയുമെങ്കിൽ ആ പണത്തെ സത്യം കൊണ്ട് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇതിന്റെ മുന്നത്തെ സീസണിലെ വിന്നറാണ്. അപ്പോൾ ആ ഒരാൾ സപ്പോർട്ട് ചെയ്ത് വരുന്ന അഖിൽമാരാറിനെ കുറിച്ചിട്ട്, എനിക്ക് അഖിൽമാരാറിനെ ഇഷ്ടമായിരുന്നു. ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളത് അഖിൽമാരാറിനായിരുന്നു. എനിക്ക് ആളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് തൊപ്പി. എല്ലാവർക്കും, ഒരു വിധത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ആളുടെ ആശയങ്ങൾ ഇഷ്ടമായിരുന്നു. പക്ഷെ ആൾ എത്രയും വലിയ മാനിപ്പുലേറ്റർ ആണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇന്നലത്തെ ലൈവില് ഈ ഒരു വീഡിയോ കണ്ടിട്ട്, ഇന്നലത്തെ സ്ട്രീമിങ്ങിൽ
നമ്മുടെ തൊപ്പി ഒന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടോക്കാം നമുക്ക്. എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ, വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. ഓക്കെ, ആ മൊഴിഞ്ഞൊന്ന് എനിക്കൊന്ന് കേട്ടാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് എന്താ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇയാളെല്ലാം അറിയുന്ന കാര്യമാണ്, ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഇയാൾക്ക് എന്തെല്ലാം അറിയാൻ പോലും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് കാണിക്കുക, അല്ലെങ്കിൽ അറിയുന്ന കാര്യം പറ. ആര് പറഞ്ഞു, എങ്ങനെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഏറെ നിങ്ങൾ ഉണ്ടാക്കി? ഓക്കെ, അതൊന്ന് പറ. ഇത് സംഭവം എന്താ അറിയോ, ഇവന്മാരെല്ലാം ഫീൽഡ് ഔട്ട് ആവും. ഇവന്മാരെല്ലാം പണ്ട് ഭയങ്കര സംഭവമായിരുന്നു, ശരി തന്നെയാണ്. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു ട്രെൻഡാണ്. ഈ ഫീൽഡ് ഔട്ട് ആകുന്ന കളവന്മാരെല്ലാം തൊപ്പിന്റെ നെഞ്ചത്തേക്കാണ്. ഇത് വൃത്തിയായിട്ട പരിപാടിയാണ്. സംഭവം ഇത് കണ്ടിട്ട് ആൾക്ക് പൊളിഞ്ഞു. കാരണം ഇല്ലാത്ത പറയുമ്പോൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയും. അതിപ്പോ തൊപ്പിന്നല്ല, ആത്മാഭിമാനമുള്ള ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത കേട്ട് കഴിഞ്ഞാൽ പൊളിയും, അല്ലാതെ വേറെ ഒന്നുമില്ല. ആള് സ്പോട്ടിൽ അഖിൽമാരാറിനെ വിളിച്ചു. ഫസ്റ്റ് വിളിച്ചു, എടുത്തില്ല. രണ്ടാമത് വിളിച്ചു, കോള് കണക്ട് ചെയ്തിട്ട് ആള് സംസാരിക്കണം. നമുക്കൊന്ന് കേൾക്കാം. ഹലോ മാരാറാ, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യണ്ട. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത്. കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അറിവ് എന്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. വിനു എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോൾ ആഡ് ചെയ്ത്. വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയത് വിനു പറഞ്ഞു? ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ? നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞു? വിനു എന്താടാ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാണ് വിളിച്ചത്. ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്നത് നിനക്ക്, എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്യും. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ബാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ ബാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാൾ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ തന്തക്ക് വിളിക്കലാണോ നിന്റെ മാന്യത? ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് PR ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാന്ന് പറഞ്ഞു. ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. ഞാൻ ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ, നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോൾ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ? എടാ പാടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കൂടാ. കള്ളന്മാരെ എടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന് പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താടാ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? നീ എന്താ ഉരുളെന്ന് അഖില? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഉരുളെന്ന് കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്?
അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാൽ നീ അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ചാൽ അല്ലെങ്കിൽ നീ ഇപ്പൊ വിനുവിനൊന്ന് ആഡ് ചെയ്യും വിനുവിനൊന്ന് ആഡ് ചെയ്ത് നീ വിളിയടാ നീയല്ലേ തെളിവ് നടത്തുന്ന ആള് നീയല്ലേ തെളിയിക്കേണ്ട ആള് എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത് ഞാനാണ് ആരോപിക്കുന്നത് എന്താ എന്റെ കൂട്ടുകാരന്മാരെ ഇതല്ല നീ വിഷയത്തിന് തെറ്റുന്നാക്കില്ലേ നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം നീ എപ്പോഴാ നീ ഇങ്ങനെ ആയത് ഇപ്പൊ കൂട്ടുകാരെ പറയല് വാപ്പാനെ പറയല് ഇതൊക്കെയാണോ അഖിലെ വിഷയത്തിലേക്ക് ആകില്ലേ അപ്പൊ നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ നാണമില്ലാടാ എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡിൽ നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല മനസ്സിലായടാ നീ എന്റെ ഭാഷ എടുത്തിടേ നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ അഖില നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടെ എല്ലാ മുത്തുമണിന്നോ ഇപ്പൊ മുത്തുമണിയായോ നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയാടാ എടാ നീ പൈസ വാങ്ങി വീണ്ടും പച്ച നുണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട് ഇതിനൊരു തെളിവില്ലാണ്ട് നീ അങ്ങനെ പറയും ജിൻഡോന്റെ PR-ലുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് കൂടുതലൊന്നും അറിയില്ല ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല അങ്ങനെ പറയണമായിരുന്നു അത് തിരുത്തി പറയണമായിരുന്നു. കേട്ടല്ലോ ആള് പറഞ്ഞേക്കുന്നത് ആര് പറഞ്ഞു എന്നാണ് വിനു. അതായത് വിനു ആരാ നമ്മുടെ ORM അനുവിൻ്റെ ORM ആയിട്ടുള്ള വിനു. ആള് പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. വിനുവിന്റെ നമ്പറും ആളെ അയച്ചു കൊടുത്തു കേട്ടോ. വിനുവിന്റെ നമ്പർ അയച്ചു കൊടുത്തു. ഇനി വിനുവിനെ വിളിക്കാൻ പോകും. ഹലോ വിനു തൊപ്പിയാണ് അഖിൽ മാരാർ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ പോലെ ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത് ഇൻഫ്ലുവൻസേഴ്സോ അതൊന്നുമല്ല. അഖിൽമാരാന്ന് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിന് സത്യാവസ്ഥ ഉണ്ടോ? കേട്ടല്ലോ തൊപ്പിന്റെ ലൈവിൽ ജിൻഡോ അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ വിനു ഞാൻ കാര്യം ചോദിക്കാം ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത് ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അഖിൽ പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് കേട്ടല്ലോ ഈ അഖിൽ ഒന്നെങ്കിൽ ഞാൻ പറയാം അഖിൽമാരെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത് അഖിൽമാരെ അറിയുന്ന എക്സ്പോസ്ഡ് എല്ലാവരും പറയുന്നുണ്ട് പറഞ്ഞു കമന്റിൽ പറഞ്ഞ അച്ഛനായിരിക്കും പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് കമന്റിൽ. ആ സമയം ഉണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണാം അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ. ആ സമയത്ത് അച്ഛൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോ എങ്ങനെ ജയിപ്പിക്കണം ജിൻഡോ നമ്മൾ മുത്താറാന്ന് പറയും. അങ്ങനെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നു ജിൻഡോ ജയിക്കുന്നത്. അതിനുശേഷം ജിൻഡോന്റെ ലൈവിലേക്ക് വരുന്നു. അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നതും വിനുവിനെ പരിചയപ്പെടുന്നതും അന്നാണ് എല്ലാം നടക്കുന്നത്. എന്തായാലും ജയിക്കും കാരണം ഇതെന്റെ ഈഗോ പ്രശ്നമാണ്. എന്റെ ഈഗോ അഖിൽമാരെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെ ഞാൻ 10 വയസ്സ് കൊണ്ട് ഫ്രീ ആയിട്ട് വെറും മനുഷ്യത്വത്തിന് വല്ലാതെ ഞാൻ PR ചെയ്യുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ അനീഷിനെതിരാണോ? അപ്പൊ ഞാൻ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളെ അഭിപ്രായത്തിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം അല്ല അതിന്റെ ക്ലിയർ ആയിട്ട് പറ. അത് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യും അതിന് എന്തെങ്കിലും ഒരു കോൺടെക്സ്റ്റ് പറ. ഓക്കെ ലൈഫിൽ പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ശരിയാണ്. പക്ഷേ ഇതങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ഇതങ്ങനെ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം വിനുറ ഇപ്പോഴും ഇങ്ങനത്തെ ഈ ബിഗ് ബോസിലെ PR വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ അപ്പൊ ആയിക്കോട്ടെ നടക്കട്ടെ. അച്ഛനും തൊപ്പി ഒരുമിച്ച് ഒരു റൂമിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട് അതായത് നമ്മളെ ഫ്രണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളത് സപ്പോർട്ട് ചെയ്യും. എന്തായാലും നമ്മൾ ചെയ്യുന്ന കൊലപാതക കുറ്റമോ അല്ലെങ്കിൽ ഇപ്പോൾ ടെററിസത്തിനോ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിനോ ഒന്നും അല്ലല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഷോയിലുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്തു. അതിന് ആളെ ഭാഗത്ത് എന്ത് തെറ്റാ പറയാനുള്ളത്? അങ്ങനെ സപ്പോർട്ട് ചെയ്തത് ഒരു പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം കേട്ട ആൾക്ക് പൊട്ടി. ആ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് ആളിത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ചായനായിട്ട് ഉണ്ടായിരുന്ന കണക്ഷൻ വെച്ചിട്ടായതുകൊണ്ടാണ് അച്ചായനായിട്ട് നമ്മുടെ കോൺഫറൻസ് കോൾ ഇട്ടത്. എന്നിട്ട് ആൾ വൃത്തിക്ക് തന്നെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് ഒരു 10 മിനിറ്റ് ഗ്യാപ്പിനുള്ളിൽ 10 മിനിറ്റ് ഒന്നുമില്ല ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ അഖിൽമാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പിന്.
അതൊന്നും നമുക്ക് കണ്ടോക്കട്ടെ. മാലാറ വിനു പറഞ്ഞത് കേട്ടല്ലോ, ലൈവ് കേട്ടല്ലോ. ഇനി നിങ്ങളോട് എനിക്ക് ബാട്ടർ കരാറോ? നിങ്ങൾ എന്തൊരു നിങ്ങൾ ഈ വീടെടുത്ത് കടന്ന് ഉരുളുമല്ലേ നിങ്ങൾ? എന്തൊരു കൺവിൻസിംഗ് ആകില്ല. ജിന്ദു എന്റെ ലൈവിൽ വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവിൽ വരണം അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്റെ ലൈവിൽ ഒരാളെ ഇപ്പൊ ഞാൻ നിന്നെ എന്റെ ലൈവിൽ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പൈസ തരും, മനസ്സിലാവും? അത് എന്റെ പേഴ്സണൽ കാര്യം. പൈസ കൊടുത്തെന്ന് വിനു പറഞ്ഞിട്ടില്ല മാറാ. വിനു പൈസ ഞാൻ ഇപ്പൊ വിളിച്ച് ചോദിച്ചപ്പോൾ ലൈവിൽ എല്ലാവരും കേട്ടല്ലോ അത്. ഇതൊന്നും എനിക്കറിയില്ല. ഇത് എന്റെ കമ്പനിയും അവരും തമ്മിലുള്ള ഡീലാണ്. ഇതിൽ ഞാനില്ല. എന്നോട് പറഞ്ഞു. ഞാൻ കേൾക്കട്ടെ. മൂവ് ചെയ്യടാ, നീ മൂവ് അതിനെന്ത് മൂവ് ചെയ്തിട്ട് നാളെ തന്നെ അല്ല അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ നാളെ രാവിലെ പോയിട്ട് നീ എനിക്കെതിരെ കേസ് കൊടുക്കുക. ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കാണിച്ചു നട്ട് യാഥാർത്ഥ്യമല്ല നീയാണ് തീരുമാനിക്കുന്നത്. എന്നോട് എന്റെ കമ്പനി പറഞ്ഞു ഈ ജിൻഡോക്ക് ഇത്ര പൈസ കൊടുത്തു, ജിൻഡോന്റെ ലൈവിൽ കൊണ്ടുവരുന്നു. ഇത്രേ എനിക്കറിയാം. ഞാൻ കൊടുത്തല്ല, എന്റെ കമ്പനി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ലൈവിൽ ഓരോരാളെ കൊണ്ടുവരുമ്പോൾ പൈസ കൊടുക്കാറുണ്ട്. റോക്കിക്ക് അല്ല ആ സമയത്ത് ജിൻഡോ കൂടാണ്ട് വേറെ ആൾ വന്നിരുന്നു. റോക്കിക്കും ഞാൻ പൈസ കൊടുത്തിരുന്നു. ഞാൻ ഓരോ ആൾക്കാർ എന്റെ ലൈവിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പൈസ കൊടുത്തില്ല കൊണ്ടുവരുന്നത്. ആണ് ഞാൻ എന്റെ കമ്പനി കൊടുത്തു. എന്നോട് ഞാൻ അറിഞ്ഞ കാര്യമാണ്. എന്റെ കമ്പനി അയാൾക്ക് പൈസ കൊടുക്കുന്നു. എന്നോട് പറയുന്നു അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു പറയുന്നു. ഓക്കെ, എന്റെ ലൈവിൽ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു വന്നു. ഇതിന് കേട്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഫസ്റ്റ് തന്തയ്ക്ക് വിളിച്ചല്ല, നീ നിന്റെ അച്ഛനോട് പറയുന്ന പോലെ, നിന്റെ വാപ്പരോട് സംസാരിക്കണം, നീ വാപ്പരോട് സംസാരിക്കുന്ന പോലെ തന്നെ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അഖിൽമാരാർ ഇങ്ങനെ ഓക്കെ അവർ തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷെ തൊപ്പി വിളിച്ചിട്ട് തൊപ്പിയുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവനെ പറ്റി ഇല്ലാത്തത് കേൾക്കുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുമല്ലോ, ആ രീതിയിലാണ് തൊപ്പി പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞു പോയത് നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് ഇല്ലാതെ നമ്മളത് പറഞ്ഞല്ലോ എന്നുള്ളത് തെറ്റിദ്ധരുത്തേണ്ടത് അഖിൽമാരാരുടെ കടമയാണ്. അഖിൽമാരാറിൻ്റെ അടുത്ത് ഒരാൾ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് സത്യമാവണമെന്നില്ലല്ലോ. എനിക്ക് വ്യക്തിപരമായി അറിയാം എന്ന് പറയുമ്പോൾ ആളത് കാണണം. അല്ല, ഒരാൾ വാക്കുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് വ്യക്തിപരമാവില്ല. ആൾക്കതിൻ്റെ അറിവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആൾക്കത് വ്യക്തിപരമായിട്ട് അറിയൂ എന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കേട്ടറിവുണ്ട് എന്ന് ആൾക്ക് പറയാം. ഓക്കെ, ഇപ്പം വിനു പറഞ്ഞു എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനുവിനെ ചോദിച്ചപ്പോൾ വിനു പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. വിനു അതിൻ്റെ ഇടയിൽ കൂടെ PR ബുക്ക് ആളെ പണി, പൈസ വാങ്ങുന്ന പണി ചെയ്യണ്ടേ, ആ പരിപാടി നടക്കുന്നത്. PR എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ട് PR. പക്ഷെ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള PR അനുമോൾക്ക് തന്നെയാണുള്ളത്. അനുമോളുടെ പേജിലിട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ആദിലാനൂറയുടെ സീനിൽ ആദിലാനൂർ ആ ലിപ്സ്റ്റിക് എടുത്തുകൊണ്ടാണ് സീനില്. സംഭവം അവളുടെ മുഖത്ത് ചെറിയ കള്ളലക്ഷണം ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് അതുകൊണ്ട് അതായിരിക്കും എന്ന് പറയാൻ പറ്റുക? അവള് പഠിച്ചവനാണ്, എൻ്റെ ഉമ്മ എന്നെ സത്യം എന്ന് പറഞ്ഞു. നമ്മൾ അതൊന്നും വിശ്വസിക്കണ്ട, സത്യങ്ങളൊന്നും വിശ്വസിക്കണ്ട. ഇത്രയും ക്യാമറ ഉള്ളത് അവൾക്ക് അവിടെ അറിയില്ലേ? അവളതങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കൈ പിടിച്ച് കൊണ്ടുപോകും. എന്തൊക്കെ തരത്തിൽ അതിനെ ന്യായീകരിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. അനുമോളുടെ പേജിൽ വന്നു കേട്ടോ, നോക്കി നോക്കും. ഈ അന്തംകമ്മി ഫാനിനെ കൊണ്ടിട്ടുള്ള പരിപാടിയാണ്. അന്തംകമ്മി PR കൊണ്ടിട്ടുള്ള ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതല്ല PR. ഇവർ ചെയ്യുന്ന ഈ പണി കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് ആവുന്നത്. അല്ലാതെ ഒരിക്കലും അവരെ ഗെയിം കൊണ്ടല്ല. അനുമോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പാചകത്തിന്റെ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കും. ആരെങ്കിലും പറഞ്ഞ് നീ ഇതൊന്നും ഉണ്ടാക്കി താന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ ഇതുപോലെ കിച്ചണിൽ പോലും കയറാത്തൊരു പെൺകൊച്ചാണ്. വീട്ടിൽ പോലും എന്നെ കേട്ടറില്ല. ഞാൻ എങ്ങനെയൊക്കെ ഗസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കഴിച്ചിട്ടേ കുറ്റം പറയാൻ മാത്രം അറിയാം. കിച്ചണിൽ പോലും കയറാത്ത കുട്ടിയാട്ടോ എല്ലാം ഉണ്ടാക്കാന്ന് അറിയാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് പുറത്തെന്താ പറഞ്ഞിട്ടുള്ളത്, കുക്കറി ഷോസിനൊക്കെ പോയിട്ടുള്ളതൊക്കെ ഒന്ന് ഓർക്കണ്ടായിരുന്നു മോളെ. ഇതൊരു ലൈവ് പ്രോഗ്രാമാണ്, ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പൊ റിയലായിട്ട് നിൽക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും റിയലാക്കി നിർത്തണ്ടേ? അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കണ്ടേ? അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും സീനാവുന്നത്. പിന്നെ ശൈത്യനെ ആ ഇഷ്യൂ ഒന്നും ഞാൻ അതിൽ പറയുന്നില്ല, എന്തിനാണ് വെറുതെ.
പിന്നെ ഇവരെ കൂടെ നിൽക്കുന്നവർ തന്നെ ഇപ്പൊ ഷിയാസ് കരീമിന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കി. പോണകാലം പോലും എനിക്കറിയാം അനുമോളുടെ അവസ്ഥ. ഈ അനുമോളെ പേഴ്സണൽ അറിയുന്ന ആളുകൾക്ക് അറിയുള്ളൂ, ബാക്കിയുള്ള എന്തോലും പറയാം. അവള് പോണകാലം ഇപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു. കാര്യം നല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു ഡ്രസ്സ് നമുക്ക് ഷർട്ടും പാൻറ്റും മാറി മാറി ഇടാൻ പറ്റും, പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അവർക്ക് ആ കളർ ടോണൊക്കെ പിടിച്ചൊക്കെ എന്താ പറയാ ആരും ഈ ഡ്രസ് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറയുമ്പോൾ അനുമോള് പോകുന്നതിന് മുമ്പ് ഒരുപാട് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇനാഗ്രേഷൻ ഒരു പൈസ ഞാൻ ഇനാഗ്രേഷൻ അല്ല ഞാൻ പറയാം ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാല് കാർ ലോൺ, ഹൗസ് ലോൺ ഇതടക്കണം. വീട്ടിലെ ചെലവ് അനുമോളെ നോക്കിണ്ടിരുന്നത്, അവളുടെ അച്ഛനമ്മേനെയും. അപ്പോൾ ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തിന് 1 കോടി രൂപ ഒന്നും കിട്ടില്ല. ഒരു 50,000 രൂപ, മാക്സിമം 20,000, 30,000, 40,000, 50 രൂപ, 1 ലക്ഷം രൂപ. അനുമോളൊരു മാസം 5 10 ഉദ്ഘാടനം ചെയ്യണ്ടാവും, അത്രേ ഉള്ളൂ. 5 10 ഓക്കെ, 5 എടുത്തോ. ഒരു 50,000 വെച്ചിട്ട് 5 എന്ന് പറയുമ്പോൾ എത്രയായി? 2.5 ലക്ഷം രൂപയില്ലേ? ഒരു 30,000 വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാലും എത്രയായി? എന്തായാലും 1 ലക്ഷത്തിന് മുകളിൽ കയറിയില്ലേ? 1.5 ആയില്ലേ? എന്തിനാണ്? ഓക്കെ, ഹൗസിംഗ് ലോണ്, കാർ ലോണ്, 2 വീടുണ്ട് കുട്ടിക്ക്. അത് താഴത്തെ നില, വീടിന്റെ താഴത്തെ നില അച്ഛൻ പണിതാണ്. മോളിത്തെ ഒരു പോർഷൻ മാത്രമാണ് അവള് പണിത് കേട്ടോ. അത് അവളുടെ ഇന്റർവ്യൂ, അവളുടെ വീടിന്റെ ഇതിലേക്ക് മറ്റേ ലക്ഷ്മി നക്ഷത്ര അവൾ പോകുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട് മോളിത്തെ ഫ്ലോർ, അതായത് 2 റൂമും 1 ഹാളും കൂടിയിട്ടുള്ള സെക്ഷൻ, അത് അവളെ ചെയ്തേക്കുന്നത്. ഹൗസിംഗ് ലോൺ ഉണ്ട്, വീട്ടിലെ ചിലവുകൾ അവളാണ് നോക്കുന്നത്. കാറിന്റെ ലോൺ ഉണ്ട്. കാറ് കണ്ടില്ലേ? ഭയങ്കര മൈലേജ് ഉള്ള കാറാട്ടോ, കണ്ടായിരുന്നല്ലോ. അത്രയും ബസ്സിലും ലോറിയിലും ലിഫ്റ്റ് അടിച്ച് പോകുന്ന ആൾക്കാർക്കൊക്കെ അത്രയും മൈലേജ് കുറഞ്ഞ വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു സംഭവം വാങ്ങുന്ന സമയത്ത് എത്രയും ആലോചിച്ച് തീരുമാനിച്ച് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെയല്ലേ വാങ്ങാം. എത്രയോ അടിപൊളി കാറുകളുണ്ട് മൈലേജ് ഉള്ളത്, നോക്കായിരുന്നില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ പാഷനാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ പറ്റി പറയേണ്ടി വരുന്നത് ഇങ്ങനത്തെ ഒരു തള്ളു കേൾക്കുമ്പോൾ വേണം. അല്ലാണ്ട് അവള് നല്ലൊരു വീട് വെച്ചേനോ നല്ലൊരു കാറ് വാങ്ങിയേനോ ആരും ഒന്നും പറയില്ല. ഒരു കാറ് പോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്? എത്ര ആൾക്കാരല്ല, കാറ് പോലും ഇല്ലാത്ത ആൾക്കാർ ബിഗ് ബോസിലില്ലേ, വന്നില്ലേ? വീട്, സ്വന്തമായിട്ടൊരു വീടുണ്ട്, പക്ഷെ എന്നാലും അത്രയും അവസ്ഥയിൽ താമസിക്കുന്ന ആൾക്കാർ വന്നിട്ടില്ലേ? അപ്പൊ 1100 വീടുണ്ടോ? ഫ്ലാറ്റിൽ നിൽക്കല്ലേ? കാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഈ മനം പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നുണകൾ കേൾക്കുമ്പോഴാണ്. അല്ലാതെ നമുക്ക് അവരുടെ അടുത്ത് ആരുടെ അടുത്തും പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല. ബിഗ് ബോസിലുള്ള ആരുടെ അടുത്തും ഒരു പേഴ്സണലി ഇഷ്യൂ ഇല്ല. ഈ PR ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോൾ അവിടുന്ന് 2 ഇങ്ങോട്ട് പറയും. അത് ആലോചിക്കണം. അങ്ങോട്ട് പറയുമ്പോൾ മാത്രം കേട്ടോണ്ടിരിക്കുകയല്ല എല്ലാവരും ചെയ്യുക. PR മാത്രമല്ല കേട്ടോ, ഇത് കണ്ടിട്ട് ഇപ്പോൾ എനിക്കൊരു തോട്ട് ഉണ്ട്, അതുപോലെ നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടാവും. അങ്ങനെ പലർക്കും പല തോട്ട്സ് ഉണ്ടാവും. അത് കണ്ട് അഭിപ്രായം പറയുന്നവർ ഒരുപാട് പേരുണ്ടാവും. അനുമോള് ചോദിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ഒരു ഗതികെട്ട അവസ്ഥയാണ് അവൾക്ക് ഇനോഗ്രേഷനൊക്കെ കിട്ടായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരുപാട് ക്യൂട്ട്നെസ് ഇട്ട് വാരി വെതറി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ആളാണ് ഈ അനുമോള്. പക്ഷെ ഈ ഒരു കപ്പ് കിട്ടിയിട്ട് അവൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യൂട്ട്നെസ്സും അവളെ എന്ത് വാരി വിതറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരാളും എടുക്കാൻ പോകുന്നില്ല. അത്ര നെഗറ്റീവ് തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും എനിക്കിഷ്ടമില്ല. എനിക്ക് ഈ ഒരു ക്യാരക്ടർ ബേസിൽ എനിക്ക് എന്തായാലും പറ്റിയിട്ടില്ല. ആൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആൾ കുറേ സർവൈവ് ചെയ്തിട്ടുണ്ട്, ലൈഫിൽ കുറേ സർവൈവ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം കൊണ്ട് നമുക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളെ കണ്ണിൽ നമ്മൾ ലൈവായിട്ട് കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും ആ പെർസ്പെക്റ്റീവാണത്, നമ്മൾ കാണുന്ന രീതിയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഡീഷനല്ല, എന്തായാലും ഇപ്പോൾ ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നെവിൻ 5ാം സ്ഥാനത്ത്, 4ാം സ്ഥാനത്ത് അക്ബർ ഔട്ടായി, 3ാം സ്ഥാനത്ത് ഷാനവാസ് ഔട്ടായി. ഇനി 1ഉം 2ഉം അനുവും മറ്റാളുള്ളൂ എന്നൊക്കെ പറയാൻ ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ ജെനുവിനിറ്റി ഒന്നും അറിയില്ല. എന്തായാലും PR കൊണ്ടുപോകാതിരിക്കട്ടെ കപ്പ്, അത്രേ ഉള്ളൂ. ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആട്ടോ, വേഴ്സ്റ്റ് സീസണാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ PR ഇത്രയും നാറിയ കളി കണ്ടിട്ടുള്ള അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള സീസൺ തന്നെയാണത്. അപ്പം അത്രേ ഉള്ളൂ. ആരെ വിന്നറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഒരു വരെ വരും.